നമസ്കാരം. തത്വമയുടെ ഈ ആഴ്ചയിലെ ഗ്ലോബൽ ഫയൽസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞയാഴ്ച ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ നിന്നും ചൈനീസ് എക്കണോമിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എത്തുകയുണ്ടായി. ഫാസ്റ്റ് ഫാഷൻ്റെ അതിപ്രസരം തടയുന്നതിനായി ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസ് ഒരു ബില്ല് പാസ്സാക്കുകയുണ്ടായി. ലോകത്തിലെ വൻനിര ബ്രാൻഡുകളായ ലൂയി വുട്ടൺ, ഷാനൽ എന്നിവയുടെ ജന്മദേശമാണ് പാരീസ്. അവിടെ ഫാസ്റ്റ് ഫാഷൻ്റെ ടാർഗറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റും അതുപോലെ തന്നെ ഈ മുൻനിര ബ്രാൻഡുകൾ ടാർഗറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സും ഒന്നല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഫ്രഞ്ച് ഗവൺമെൻറ് ഫാസ്റ്റ് ഫാഷന് ഒരു തടയിടണം എന്നുള്ളൊരു നീക്കവുമായി ഒരു ബില്ല് അവരുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം എന്താണ് ഫാസ്റ്റ് ഫാഷൻ, എന്തുകൊണ്ടാണ് ഫ്രഞ്ച് ഗവൺമെൻറ് ഇത്തരമൊരു ബില്ല് അവരുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. വളരെ വേഗത്തിൽ മാർക്കറ്റിലെ ട്രെൻഡുകൾക്കനുസരിച്ച് വളരെ വലിയ തോതിൽ വൻ ചിലവ് കുറവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ഫാസ്റ്റ് ഫാഷനുകളും അനുബന്ധ സാധനങ്ങളും തൊഴിലാളികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുക എന്ന് മാത്രമല്ല, ഇവ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന കോട്ടം തന്നെ വളരെ വലുതാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, വൻതോതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു എന്നത് വളരെ വലിയൊരു ന്യൂനതയാണ്. ലോകത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് പുറന്തള്ളുന്ന കണക്കെടുക്കുമ്പോൾ 10% ഈ വസ്ത്രവുമായി അനുബന്ധ മേഖലകളിലുമുള്ള ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പുറന്തള്ളുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭീകരത എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. അതിൽ ഷീൻ, ടെമു തുടങ്ങിയ വൻകിട ചൈനീസ് ബ്രാൻഡുകളുടെ വലിയൊരു മാർക്കറ്റാണ് ഇപ്പോൾ യൂറോപ്പും അതുപോലെ തന്നെ യൂറോപ്പിലെ ഫ്രാൻസും. ഫ്രാൻസിൽ വിൽക്കുന്ന ഓരോ തുണിത്തരങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണ ലെവിയായി 5 യൂറോ അടുത്ത വർഷം മുതൽ ഏർപ്പെടുത്തുകയും 2030 അത് 10 യൂറോയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം. അതോടൊപ്പം ഇത്തരം തുണിത്തരങ്ങളുടെ ബ്രാൻഡുകളുടെ പരസ്യങ്ങളും നിരോധിക്കുകയും തങ്ങൾ പരിസ്ഥിതിയിലേക്ക് പുറന്തള്ളുന്ന വാതകങ്ങളെപ്പറ്റിയും അവ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആഘാതത്തെപ്പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ പുനരുപയോഗ സാധ്യതകളെപ്പറ്റിയും തുണിത്തരങ്ങളുടെ പ്രൈസ് ടാഗിൽ ഉണ്ടാകണം എന്നും ബില്ല് പറയുന്നു. പരിസ്ഥിതി സംരക്ഷണ സെസ്സിൽ നിന്ന് ലഭിക്കുന്ന അത്തരം വരുമാനം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന സുതാര്യവും സുരക്ഷിതവും സുസ്ഥിരവുമായ ലോക്കൽ ബ്രാൻഡുകളെ സഹായിക്കാനായി അതുപോലെ തന്നെ ഉപയോഗിക്കാം എന്നും ഈ ബില്ല് പറയുന്നു. എന്തായാലും ഈ നീക്കം വ്യവസായത്തെ കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്വവും പരിസ്ഥിതി സൗഹൃദമുള്ളതും ആക്കുമെന്ന് ഉറപ്പാണ്. വൻതോതിൽ ഇത്തരം തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് മനുഷ്യനെയും പരിസ്ഥിതിയെയും ഒരുപോലെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് ഒരു വലിയൊരു മറുപടിയാണ് ഫ്രാൻസ് നൽകുന്നത്. ഇത്തരം ഒരു ബില്ല് അവതരിപ്പിക്കുന്ന ആദ്യ ഒരു രാജ്യം കൂടിയാവുകയാണ് ഫ്രാൻസ്. സുസ്ഥിരമായ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതൊരവസരമാണ്. മറുവശത്ത് ചൈനീസ് എക്കണോമി കരയാൻ തുടങ്ങുമ്പോൾ സുതാര്യതയും സുസ്ഥിരതയും കൈമുതലാക്കി മുന്നേറാൻ ഇന്ത്യക്ക് ഒരവസരമാണ് ഫ്രാൻസ് തുറന്നിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച ഗ്ലോബൽ ഫയൽസിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.